4 പതിറ്റാണ്ടിലേറെയായി വചന ശുശ്രൂഷ രംഗത്തും ആത്മീയ നേതൃത്വത്തിലും സജീവ സാന്നിധ്യമാണ് പാസ്റ്റർ കെ.സി. തോമസ്. ജനപ്രിയനായ ടെലിവിഷൻ പ്രഭാഷകൻ കൂടിയായ അദ്ദേഹം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റും തിരുവനന്തപുരം IPC പേരൂർക്കട ഫെയ്ത്ത് സെന്റർ സഭയുടെ സ്ഥാപകനുമാണ്. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ആദരണീയനായ ഈ ദൈവദാസനാണ് ഇന്നത്തെ ആത്മീയ രേഖകളിലെ വിശിഷ്ട അതിഥി. ഞാൻ ജനിച്ചു വളർന്നത് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിൽ തലോടി എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ അനുഭവമായിരുന്നു. ഒരു മാരക രോഗം എന്നെ ബാധിച്ചിരുന്നുകൊണ്ട് ഏകദേശം 8 വർഷം ജനനം മുതൽ എന്നെ ബാധിച്ചിരുന്ന ഒരു രോഗം എനിക്കുണ്ടായിരുന്നു. ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ട്രീറ്റ്മെൻറ്റിന് സൗകര്യമുള്ള എല്ലായിടങ്ങളിലും തിരുവല്ലായിൽ പല സ്ഥലങ്ങളിൽ എന്നെ ട്രീറ്റ് ചെയ്യാൻ കൊണ്ടുപോയി. എന്നാൽ ഡോക്ടർമാർക്കോ മരുന്നിനോ ഒന്നും എനിക്ക് സൗഖ്യം വരുത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ വളരെ നിരാശനായിരുന്നു. മരണഭയം എന്നെ ബാധിച്ചിരുന്നു. എൻ്റെ വീട്ടിലുള്ളവർ പോലും ഞാൻ കുറച്ചാൾ ജീവിച്ചിരുന്ന് മരിച്ചു പോവുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം കരുതിയത്. കാരണം ഞാൻ ഒരു കിടപ്പ് രോഗിയായിരുന്നു. 7 വർഷം കംപ്ലീറ്റ്. 8ാമത്തെ വർഷം എനിക്കൊരു വിടുതല കിട്ടിയത്. ആ വിടുതല കിട്ടിയത് പ്രാർത്ഥിക്കുന്ന 2 സഹോദരിമാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവർ പെന്തക്കോസ്തുകാരായിരുന്നു. അത് ഞങ്ങൾ ഭർത്തമാ സഭയിൽ നിൽക്കുന്നവർ. അവർ ഞങ്ങളുടെ നാട്ടിൽ ഉള്ള വീടുകളൊക്കെ കയറി പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം അവർ വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഞാൻ മരണപ്രാർത്ഥി കിടക്കുന്ന സമയം എൻ്റെ മാതാവ് അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്വാസം എടുക്കാൻ കഴിയാതെ മരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. ആ സമയത്ത് അവരെ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവിടെ ഹൃദയത്തിന് വളരെ വേദനയുണ്ടായി. അവർ എൻ്റെ മാതാവിനെ ആശ്വസിപ്പിച്ചു. അനേക സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ മോനെ നിങ്ങൾ ചികിത്സിച്ചു, സൗഖ്യമുണ്ടായില്ല. യേശു ക്രിസ്തു സൗഖ്യമാക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ മോന് കർത്താവായ യേശു ക്രിസ്തു സൗഖ്യം നൽകും. ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ വരാം. ചില ദിവസങ്ങൾ ഞങ്ങൾ വീട്ടിലിരുന്ന് മോന് സൗഖ്യം കിട്ടുന്നവരെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വരിക എന്ന് പറഞ്ഞിട്ട് ആ സഹോദരന്മാർ പോവുകയും പിറ്റേ ദിവസം വരെ അവർ വീടുകളിൽ നിന്ന് അനുവാദം ചോദിച്ച് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഹോദരന്മാർ വന്നു. അങ്ങനെ അവരെനിക്ക് വേണ്ടി 21 ദിവസം വരെ പ്രാർത്ഥിക്കാനാണ് വന്നു. എന്നാൽ 21 ദിവസം പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല. ഒരു 3 ദിവസത്തെ പ്രാർത്ഥന. 3ാമത്തെ ദിവസം ദീർഘമായി 7-8 വർഷങ്ങൾ എന്നെ ബാധിച്ചിരുന്ന ആ മാരകമായ രോഗം എന്നേക്കുമായി എന്നെ വിട്ടുപോകത്തക്കോണം ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. യേശു ക്രിസ്തുവിനെ സൗഖ്യമാക്കി. അത് കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ആരോഗ്യമുണ്ടായി. ഈ ഒരു സംഭവം ഞങ്ങളുടെ കുടുംബത്തെ വളരെ സ്പർശിച്ചു. മാതാപിതാക്കൾ ദൈവഭക്തി ഉള്ളവരായിരുന്നു. പള്ളിഭക്തി വളരെ ഉള്ള ആളായിരുന്നു ഞങ്ങളുടെ പിതാവ്. ഞങ്ങളുടെ പള്ളിയിലെ പ്രമുഖന്മാരിലൊരാളായിരുന്നു. എന്നാൽ പ്രാർത്ഥനയാൽ എനിക്ക് ലഭിച്ച വിടുതൽ ആ കുടുംബത്തിന് വലിയൊരു രൂപാന്തരത്തിന് കാരണമായി. അങ്ങനെയാണ് ഞങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുന്നതിന് ഒരു മുഖാന്തരമായി തീർന്നത്. ആ സംഭവം കൂടിയാണ്. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസ കാലത്തൊക്കെ ഞാൻ ആത്മീയമായിട്ട് വലിയ താല്പര്യമൊന്നുമില്ലാതെ മുമ്പോട്ട് പോയത്. ദൈവം തന്നു വിടുതലും നന്ദിയൊക്കെ ഉണ്ടെങ്കിലും ആത്മീയമായൊരു പുരോഗതി പ്രാപിപ്പാൻ കഴിയാതെ മുമ്പോട്ട് പോവുകയായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്
ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെട്ടു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എൻ്റെ ഉള്ളത്തോട് ഈ പോക്ക് ശരിയല്ലെന്നും ദൈവം ചെയ്ത ഉപകാരം മറക്കരുതെന്നും ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയ പ്ലാനും പദ്ധതി ഉള്ളത് കൊണ്ടാണ് മരണത്തിൽ തന്നെ വിടുവിച്ചതെന്നും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ചില ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൈവവചനം പ്രസംഗിച്ചിട്ട് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവസരം തരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അല്പം മടിയെനിക്ക് തോന്നിയെങ്കിലും എൻ്റെ ഉള്ളിൽ ചില ദിവസങ്ങളായി ദൈവാത്മാവ് ശക്തമായി ഒരു തീരുമാനമെടുത്ത് ഒരു ദൈവത്തിലായി ജീവിക്കണം, ദൈവം വലിയൊരു വിടുതൽ തന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആ ദൈവം അത്ഭുതകരമായ വിടുതൽ തന്നത് എൻ്റെ ഉള്ളത്തോട് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ആ സഭയിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ വളരെ കണ്ണുനീരോട് ഞാനൊരു പാപിയാണ്, യേശുവിനെ കർത്താവായി രക്ഷിതാവായി ഞാൻ വിശ്വസിച്ച ഏറ്റുപറയുന്നു. ഇന്നു മുതൽ ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവവേലയ്ക്കുള്ള വിളി ഉണ്ടായിട്ട് ദൈവവചനം പഠിക്കുവാൻ പോയി. തുടർന്ന് 53 വർഷങ്ങളായി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം തന്ന നിയോഗത്തിൽ വന്നിട്ട് 41 വർഷം തികഞ്ഞു. ജൂൺ 3-ാം തീയതി 41 വർഷം തികഞ്ഞു. ഈ കഴിഞ്ഞ 41 വർഷങ്ങൾ ട്രിവാൻഡ്രത്ത് പേരുക്കടയിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഇവിടെ വന്ന് ആരംഭിച്ച ചർച്ചാണ് വട്ടൂർക്ക് ആ റോഡ് സൈഡ് പേരുക്കടയിൽ നിന്ന് മണ്ണാമുര ആ റോഡ് സൈഡിൽ നിൽക്കുന്ന IPC ഫേസ് സെൻ്റർ ചർച്ച് ഇവിടെ വന്ന് പുതുതായിട്ട് പ്രവർത്തിച്ച് ഉണ്ടായ സഭയാണ്. സഭാതലത്തിലും ദൈവം എനിക്ക് ഉയർച്ച തന്ന യുവജന സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ അനേക വർഷങ്ങൾ തന്നു. അത് കഴിഞ്ഞ് സഭയുടെ നേതൃത്വത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. കഴിഞ്ഞ 11 വർഷങ്ങളായി കേരള സ്റ്റേറ്റ് IPCയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും അടുത്ത 3 വർഷത്തേക്കൂടെ ഉള്ള തിരഞ്ഞെടുക്കാൻ അടുത്ത സമയത്ത് ഇടയായി തീർന്നു. അങ്ങനെ വിവിധ നിലകളിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് പുസ്തകം എഴുതാനുണ്ടായ കാര്യത്തെക്കുറിച്ച് പലരും താല്പര്യത്തോടെ എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത്രയും പുസ്തകം എഴുതാൻ ഇടയായത്. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഇതിനോടകം 51 പുസ്തകങ്ങൾ എഴുതാനുള്ള കൃപ ദൈവം തന്നു. ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് വിശ്വാസം വരുന്നതിന് മുമ്പ് ചെറുകഥ എഴുതുമായിരുന്നു. ചെറുകഥ എഴുതിയിട്ട് കൂട്ടുകാർക്ക് കൊടുക്കുക, അവർ വായിക്കും. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും, എല്ലാവരും വായിച്ചിട്ട് കൊള്ളാം, നല്ല കഥയായിരുന്നു പറയും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ചെറുകഥ എഴുതും, വേറൊരു കഥ എഴുതും, അതുകൊണ്ടും സർക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെ സ്കൂളിലും കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ചെറുകഥ എഴുതുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരുപാട് ചെറുകഥ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നോവൽ എഴുതാനുള്ളൊരു താല്പര്യം ഹൃദയത്തിലുണ്ടായി. ഒരു നോവൽ എഴുതി. അതൊക്കെ വിശ്വാസം വരുന്നതിന് മുമ്പാണ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ്. ആ നോവൽ എഴുതിയിട്ട് ഇതുപോലെ കൂട്ടുകാർക്കെല്ലാം അത് സർക്കുലേറ്റ് ചെയ്തു. വായിച്ച് അത് പിന്നെ തിരിച്ചെനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു നോവലും എഴുതാനിടയായി. അതൊന്നും എഴുതാനുള്ള ഒരു താരം കൃപയും ഒന്നും അറിയത്തില്ല. എന്നാൽ വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ലേഖനങ്ങളൊക്കെ എഴുതാനുള്ള താല്പര്യം, സ്പിരിച്വൽ ലേഖനങ്ങൾ ബൈബിളിനെ ആസ്പദമാക്കി എഴുതാനൊക്കെയുള്ള താല്പര്യമുണ്ടായി. മറ്റേ ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അവരത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനുള്ളൊരു താലന്തും കൃപയും എനിക്ക് തന്നിട്ടുണ്ടെന്ന് ഒരു ബോധ്യമുണ്ടായി. 1983 ഞാൻ കുവൈറ്റിൽ 5 വർഷം പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്.
അവിടെ പാസ്റ്ററായിരിക്കുന്ന സമയത്ത് ആ കാലത്ത് അവിടെ വിസിറ്റേഴ്സ് വരത്തില്ല. 40 ദിവസം കണ്ടിന്യൂസ് അവിടെ ഫാസ്റ്റിംഗ് പ്രെയർ ചർച്ച നടത്തി. ഞാൻ തന്നെ വേണം രാവിലത്തെ സെക്ഷൻ പ്രസംഗിക്കാൻ, വൈകിട്ടത്തെ സെക്ഷനിൽ ഞാൻ വേണം പ്രസംഗിക്കാൻ. 40 ദിവസക്കാരും വൈകിട്ടും നടന്ന മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കണ്ടിന്യൂസ് 40 ദിവസം പകലും രാത്രിയിൽ പ്രസംഗിക്കണമല്ലോ, എന്ത് പ്രസംഗിക്കണം, അതിനുള്ള ദൂത് തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം ആസ്പദമാക്കി പ്രസംഗിക്കാൻ ആരംഭിച്ചു. 40 ദിവസവും എബ്രായർ ലേഖനത്തിലെ ഒരധ്യായം 11-ാം അധ്യായം ആസ്പദമാക്കി പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ സഭയുടെ വിശ്വാസികളൊക്കെ പറഞ്ഞ് പാസ്റ്റർ പ്രസംഗിച്ചത് ഒരു പുസ്തകമാക്കണം, അത് അനേകർക്കത് പ്രയോജനപ്പെടും. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിലെ യുവജനങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ പുസ്തകം അവർ തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. അവരതിൻ്റെ ചെലവ് വഹിച്ചു. 1984 ആ പുസ്തകത്തിൻ്റെ പേര് എബ്രായർ 11. ആ പുസ്തകമാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെട്ടിട്ടുള്ള ഞാൻ എഴുതിയ പുസ്തകങ്ങളിൽ. 6-7 പ്രാവശ്യം അത് പ്രിൻ്റ് ചെയ്യേണ്ടി വന്നു. അത്രയ്ക്ക് ഡിമാൻഡുള്ള പുസ്തകമായിട്ടത് മാറി. അതിന് ശേഷമായിട്ട് ദൈവം തന്ന യോഗത്തിൽ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. ശക്തിയോട് ബന്ധപ്പെട്ട് 15 പുസ്തകങ്ങൾ എഴുതാൻ ദൈവകൃപ വന്നു. ദൈവത്തിൻ്റെ ശക്തി, ക്രിസ്തുയേശുവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവവചനത്തിൻ്റെ ശക്തി, സുവിശേഷത്തിൻ്റെ ശക്തി, വിശ്വാസത്തിൻ്റെ ശക്തി, പ്രത്യാശയുടെ ശക്തി, ദൈവസ്നേഹത്തിൻ്റെ ശക്തി, വിശുദ്ധിയുടെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി, ആരാധനയുടെ ശക്തി, സഹിഷ്ണുതയുടെ ശക്തി, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളുടെ ശക്തി, ദൈവസഭയുടെ ശക്തി. ഇങ്ങനെ 15 പുസ്തകങ്ങൾ ശക്തിയോട് ബന്ധപ്പെട്ട് എഴുതാൻ ദൈവം കൃപ. കർത്താവിൻ്റെ ദാസന്മാർക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന 10 പുസ്തകങ്ങളുണ്ട് ഈ 51 പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ ആത്മീയ നേതൃത്വം, സഭാസ്ഥാപനം വളർച്ചയും, പാസ്റ്റർ കെയർ ആൻഡ് കൗൺസിലിംഗ്, പാസ്റ്റർ തിയോളജി, ഞങ്ങൾ വിശ്വസിക്കുന്ന ഉപദേശ സത്യങ്ങൾ, പ്രസംഗശാസ്ത്രവും ആത്മാവിൻ്റെ ശുശ്രൂഷയും, മിഷൻ ചലഞ്ച്, പ്രതിദിനം മന്ന, 150 സങ്കീർത്തനത്തിൽ നിന്നുള്ള മെഡിറ്റേഷനാണ്, പെന്തക്കോസ്ത് ശുശ്രൂഷ സഹായി, സഭാ വളർച്ച ദൈവഹിതത്തിൽ. ഇങ്ങനെയുള്ള 10 പുസ്തകങ്ങൾ ദൈവദാസന്മാർക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതുവാൻ ദൈവടയാക്കി. കോവിഡ് കാലത്ത് വീട്ടിൽ വെറുതെ ഇരിക്കാൻ, അതിനുമുമ്പ് പൊതു ശുശ്രൂഷയുള്ളതുകൊണ്ട് രാപ്പകൽ കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ സഭയുള്ള ബന്ധത്തിൽ വിവിധ പ്രോഗ്രാമിനോട് നടക്കിയായിരുന്നു. എന്നാൽ കോവിഡ് കാലം വന്നപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന പോലെ വീട്ടിലിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തോടെ ഇടപെട്ടു. കോവിഡ് കാലം വെറുതെ സമയം പാഴാക്കരുത്, പ്രയോജനപ്പെടുത്തും, എഴുതാനുള്ള കൃപ ദൈവം തന്നിട്ടില്ലേ, ആ കൃപ പ്രയോജനപ്പെടുത്തും. 3 മാസം കൊണ്ട്, കോവിഡ് കാലത്തെ 3 മാസം, ആരംഭം മുതലുള്ള 3 മാസം കൊണ്ട് 25 പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുവാൻ ദൈവം എനിക്ക് കൃപ. മലയാള മനോരമയിൽ കോവിഡിനെ എഴുതി പരാജയപ്പെടുത്തിയ പാസ്റ്റർ എന്ന ടൈറ്റിലോടുകൂടെ വാർത്തയൊക്കെ വന്നിരുന്നു. പുസ്തക രചനയുടെ ലക്ഷ്യം 3 ലക്ഷ്യമാണ് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത്. ഒന്ന്, ദൈവദാസന്മാർ, കർത്താവിന് വേല ചെയ്യുന്നവർ ശുശ്രൂഷയിൽ കൂടുതൽ പ്രയോജനപ്പെടേണ്ടതിന് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പുസ്തകങ്ങൾ എഴുതണം. അതായിരുന്നു ഒരു ലക്ഷ്യം. രണ്ടാമത്, വിശ്വാസികളെ ആത്മീയ വർധനവിലേക്ക് നയിക്കുകയും അവരെ വിശ്വാസത്തിന് ഉറപ്പിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങൾ എഴുതണം. മൂന്നാമതായി, സുവിശേഷ സന്ദേശങ്ങൾ ലോകത്തെ അറിയിക്കണം. ഈ 3 ലക്ഷ്യത്തോടു കൂടിയാണ് പുസ്തകങ്ങൾ എഴുതുവാൻ ദൈവം കൃപ തന്ന്.
അങ്ങനെ ദൈവത്തിൽ വലിയ കൃപ കൊണ്ട് 51 പുസ്തകങ്ങൾ എഴുതാനായി ദൈവം സഹായിച്ചു. ഈ പുസ്തകങ്ങൾ എവിടെ ലഭിക്കുമെന്ന് ആളുകൾ അന്വേഷിക്കാറുണ്ട്. എന്നാൽ പ്രധാനമായും 2 സ്ഥലത്താണ് പുസ്തകം ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ മണ്ണാമല റോഡ് സൈഡിലുള്ള പേരുകട ചർച്ചിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പുസ്തകശാലയുണ്ട്. അവിടെ ഈ എല്ലാ പുസ്തകങ്ങളും അവിടെ ലഭിക്കും. അവിടെ ജോബൻ പാസ്റ്ററാണ് എൻ്റെ ഇൻചാർജ്. അദ്ദേഹം ആ ഫ്ലോറിൽ തന്നെയാണ് ഫാമിലിയായിട്ട് താമസിക്കുന്നത്. അതുപോലെ പത്തനംതിട്ടയിലെ കുമരാട് ഹെബ്രോൻപുരത്തുള്ള ഞങ്ങളുടെ സഭയുടെ ആസ്ഥാനമാണ്. അവിടെ ഒരു ബുക്ക് സ്റ്റോളുണ്ട്. കെ എബ്രഹാം ഫൗണ്ടേഷൻ ബുക്ക് സ്റ്റോൾ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ എല്ലാ പുസ്തകങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൃപയൊന്നും മാത്രമേ, എൻ്റെ കഴിവോ എൻ്റെ പ്രാപ്തി കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നും. എങ്ങനെ ഇത്രയും പുസ്തകം എഴുതാൻ കഴിഞ്ഞു വന്ന്, ഇത്രയും പുസ്തകം ഇതിനോടകം എഴുതി പ്രിൻ്റ് ചെയ്ത് പ്രസിദ്ധീകരിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിതനായ സമയം മുതൽ സുവിശേഷം അറിയിക്കണം, ആത്മാക്കളെ അനേകരെ ദൈവകൃപയിലേക്ക് നയിക്കണം എന്നുള്ള വലിയ ഒരു ലക്ഷ്യവും താല്പര്യവുമാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയത്. വാസ്തവത്തിൽ ഈ പുസ്തകം എടുത്തെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ മതി. അത് താലന്ത ദൈവം തരുന്ന കൃപയാണ്. ഞാൻ തന്നെ പലപ്പോഴും എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളൊന്നും എനിക്ക് എടുത്ത് ഒരു പുസ്തകം എഴുതാനോ ഒരു ലേഖനം എഴുതാനോ സാവകാശം ഉണ്ടായിട്ടില്ല. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഒരു 60 പുസ്തകം, 51 9 പുസ്തകം കൂടെ ദൈവം അനുവദിച്ചാൽ എഴുതാമെന്നുള്ള ആഗ്രഹമാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. എന്നാൽ അതൊരു നിയോഗമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അനേകർക്ക് അറിവുള്ളവരുണ്ട്, കഴിവുള്ളവരുണ്ട്, ഒരു ലേഖനം പോലും അവർക്ക് എഴുതാൻ പറ്റുന്നില്ല. എന്നാൽ അതൊരു നിയോഗവും അത് ദൈവത്തിൻ്റെ ഒരു കൃപയും അഭിഷേകമാണ്. എനിക്ക് തന്നെ എപ്പോഴും എഴുതാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞൊരു കോവിഡ് കാലത്ത് ഇത്രയും പുസ്തകം എഴുതിയെന്ന് പറഞ്ഞ് 3 മാസത്തിനുള്ളിൽ 25 പുസ്തകം എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ വലിയ അത്ഭുതകരമായ ഒരു കൃപയാണ്. ഒരു പുസ്തകം എഴുതി കഴിയുമ്പോൾ ഇനി എന്തോ എഴുതണ്ടേ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന പുസ്തകം ഇന്ന കാര്യത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ പറയും. അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് എഴുതാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അധ്യായങ്ങൾ എഴുതാനായിട്ട് ഞാൻ പേപ്പർ എടുത്ത് വയ്ക്കും. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ഇന്ന കാര്യം അധ്യായമായിട്ട് എഴുതാം, ഇന്ന വിഷയാധ്യായമായിട്ട് എഴുതാം. ഇങ്ങനെ 10-30 അധ്യായങ്ങളൊക്കെയുള്ള പുസ്തകങ്ങളുണ്ട്. ഓരോ അധ്യായം ദൈവം പറഞ്ഞു തന്ന പുസ്തകം ദൈവം പറഞ്ഞത് ഇന്ന വിഷയത്തെക്കുറിച്ച് എഴുതാം. അതിനകത്ത് സബ്ജക്റ്റുകൾ ദൈവാത്മാവ് പറഞ്ഞു തന്നു. ആ സബ്ജക്റ്റുകൾ അതുകൊണ്ട് എനിക്ക് അത്ര പുസ്തകം എഴുതാൻ പറ്റുക. ഒരു പുസ്തകം കഴിയും, അടുത്ത ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തരും, ആ പുസ്തകം എഴുതാൻ തോന്നും. അതിൻ്റെ അധ്യായങ്ങളും എഴുതേണ്ട വിഷയങ്ങളെല്ലാം ആ യോഗം തരും, അത് എഴുതും. അത് കഴിയുമ്പോൾ അടുത്ത പുസ്തകം സമയമുണ്ട്, കോവിഡ് അങ്ങനെ എഴുതി. അന്നൊക്കെ ഞാൻ ഒരു 10 മണിക്കൂർ എഴുത്തിന് വേണ്ടി ഒരു ദിവസം എടുക്കുമായിരുന്നു. രാവിലെ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് എഴുത്താരംഭിക്കും. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയം വരെ എഴുതും. അത് കഴിഞ്ഞ് അല്പസമയം റെസ്റ്റ് ചെയ്യും. പിന്നെ എഴുന്നേറ്റ് എഴുതാൻ ആരംഭിക്കുന്നു. രാത്രി 12 മണി വരെ എഴുതും. പിന്നെ ആ വെളുപ്പിനെ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കും. ഇങ്ങനെ ഉറക്കമൊക്കെ മാറ്റി വെച്ച് വളരെ കുറച്ച് അന്നൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ ഈ 3 മാസം. അല്ലെങ്കിൽ ഇത്രയും എഴുതാൻ സാധിക്കുകയില്ല. ഏറ്റവും ഒടുവിൽ എഴുതിയ എൻ്റെ ആത്മകഥയാണ്. അന്ന് ഞാൻ ഏറ്റവും ഒടുവിൽ എഴുതിയ 50ാമത്തെ പുസ്തകം എൻ്റെ ആത്മകഥയാണ്. 51ാമത്തെ പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ആത്മകഥ. 500 പേജോളമുള്ള പുസ്തകമാണ്. ഞാൻ പറഞ്ഞ അനുഭവങ്ങളെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ 500 പേജോളമുള്ള മറ്റൊരു പുസ്തകമാണ് 150 സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ, സെലക്ട് ചെയ്ത വാക്യങ്ങളുടെ മെഡിറ്റേഷൻ. അതും 500 പേജോളം വരുന്ന പുസ്തകമാണ്. ഇങ്ങനെ ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയെല്ലാം എനിക്ക് തന്നെ അല്പം തോന്നുക
എനിക്ക് പിന്നെ മനസ്സിലായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗവും അഭിഷേകവും കൃപയും കൊണ്ട് മാത്രമാണ് ഇത് എഴുതാനായിട്ട് കഴിയുന്നത്. പുസ്തകങ്ങളുടെ ടൈറ്റിൽ, അത് എഴുതാനുണ്ടായ സബ്ജക്റ്റുകൾ, എഴുതേണ്ട സബ്ജക്റ്റുകൾ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഇൻസ്പിറേഷനിലാണ് അതെല്ലാം ചെയ്തത് എന്നുള്ളത് ആ വർഷകരായ ആളുകളുടെ അറിവിന് വേണ്ടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. അതൊരു കൃപ, എല്ലാവർക്കും ആ കൃപ, എല്ലാവർക്കും ആ താലന്ത് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ കൃപയാണ്. പലർക്കുള്ള താലന്ത് പലതും എനിക്കില്ല, പലർക്കുള്ള കൃപ പലതും എനിക്കില്ല. അത് ഓരോരുത്തർക്ക് ദൈവം ഓരോ കൃപയും ഓരോ താലന്തും ഓരോ പ്രത്യേകതയൊക്കെയാണ് കൊടുക്കും. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ചെറിയ എഴുത്തുകാരനായി ഈ തലമുറയെ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പുസ്തകം എഴുതാൻ, അല്ലെ എഴുതാനുള്ളൊരു വാസനയോ, എഴുതാനുള്ളൊരു കൃപയോ, എഴുതാനുള്ള താരന്തോ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് വ്യാപാരം ചെയ്താൽ അവിടെ ലാഭം ഉണ്ടാകത്തു. അപ്പോൾ നിങ്ങൾ ദൈവം തന്ന താരം മൂടി വയ്ക്കാതെ, മറച്ചു വയ്ക്കാതെ എഴുതി തുടങ്ങണം. എഴുതി തുടങ്ങുമ്പോൾ ആദ്യമൊന്നും നല്ല പുസ്തകമാണെന്നോ നല്ല ലേഖനമാണെന്നോ ഒന്നും ആരും പറഞ്ഞെന്ന് വരത്തില്ല. എഴുതി തുടങ്ങിയാൽ ദൈവം അതിനുള്ള കൃപ തരും. പ്രാർത്ഥനയോടെ വേണം. പ്രാർത്ഥനയോട് കൂടെ എഴുതി തുടങ്ങിയാൽ അത് നിങ്ങൾക്ക് അതിനുള്ള കൃപ ദൈവം തരും. കാരണം പ്രസംഗം എഴുത്തും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. നമ്മൾ പ്രസംഗിക്കുന്നു, ആളുകൾ കേൾക്കുന്നു, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവർ മറന്നുപോകും. ചില പോയിൻറ്റുകൾ മാത്രം അവരുടെ മനസ്സിൽ കിടക്കും. എന്നാൽ ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ റെക്കോർഡ് നമ്മൾ എഴുതിയിരിക്കുക. അവർക്കത് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യുമ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ നമ്മൾ എഴുതിയ ആ വിഷയം അവർക്കത് പ്രയോജനമായി തീരും. ഞങ്ങളുടെ ചർച്ചിൽ നല്ല വലിയ അറിയപ്പെടുന്ന പ്രീച്ചേഴ്സ് അവരെന്നെ കാണുമ്പോൾ അവർ പറയാറുണ്ട്, ഞാൻ മേശപ്പുറത്ത് അച്ചായൻ്റെ പുസ്തകങ്ങളെല്ലാം വെച്ച് ആദ്യം ഏത് വിഷയത്തിൽ റെഫർ ചെയ്യുന്ന അച്ചായൻ്റെ പുസ്തകമാണ്. അവിടെ എല്ലാറ്റിനും റെഫർ ചെയ്യാനുള്ള വിഷയങ്ങൾ ആ പുസ്തകങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അന്ന് താരന്ത് മൂടി വയ്ക്കാതെ നിങ്ങൾ എഴുതണം. ഏത് താരന്തായാലും ആദ്യമൊക്കെ അത് വലിയ ഇതായിട്ടൊന്നും തോന്നുകയില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ നിങ്ങൾ കൂടുതൽ ശോഭിക്കുന്നവരും പ്രയോജനപ്പെടുന്നവരും ആയിത്തീരും. കൊണ്ട് എഴുതണം. യേശു ക്രിസ്തു തന്നെ പറഞ്ഞല്ലോ യോഹന്നാനോട്, പത്മോസ് ദ്വീപിൽ കിടന്ന യോഹന്നാനെ പറയാൻ, നീ കണ്ടതും കേട്ടതും നീ എഴുതാൻ പറഞ്ഞു. 7 സഭകൾക്ക് എഴുതി അയക്കാൻ പറഞ്ഞു. കണ്ടതും കേട്ടോ എഴുതാനാണ് പറഞ്ഞു. അപ്പോൾ കണ്ടതും കേട്ടോ എഴുതിയാൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം 84 ആദ്യത്തെ പുസ്തകം എഴുതിയത് ഞാൻ ചർച്ച പ്രസംഗിച്ച പ്രസംഗങ്ങളാണ്. ആളുകൾ എഴുതാൻ പറഞ്ഞു. എല്ലാവർക്കും അത് പ്രോത്സാഹനം തന്നു. ഞാനത് എഴുതി, ഓർത്തെഴുതി, ഓരോ പ്രസംഗം ഓർത്തെഴുതി. അത് അഭിപ്രായപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എൻ്റെ പുസ്തകങ്ങൾ പ്രയോജനപ്പെട്ടത് അതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എഴുതണം, എഴുതാതിരിക്കരുത്. എഴുതുന്നത് ഒരു വലിയ കൃപയാണ്, അനുഗ്രഹമാണ്. ഞാൻ 51 പുസ്തകം എഴുതിയെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ആളുകൾക്ക് കൂടുതൽ പ്രയോജനപ്പെട്ടത് അതിൻ്റെ റീപ്രിൻറ്റിങ് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെട്ടതൊക്കെ പുസ്തകമാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എബ്രായർപ്പായിരുന്നു ആദ്യം എഴുതിയ പുസ്തകം. ഏറ്റവും കൂടുതൽ തവണ പ്രിൻ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ പാസ്റ്റർ കെയർ ആൻഡ് കൗൺസിലിംഗ്, പാസ്റ്റർമാർക്ക് അത് വളരെ പ്രയോജനപ്പെട്ടു. അത് പല പ്രാവശ്യം പ്രിൻ്റ് ചെയ്തു. പെന്തക്കോസ്ത് ശുശ്രൂഷ സഹായി, അതുപോലെ ഏകർക്ക് ഓരോ ശുശ്രൂഷ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അന്നേരം വായിക്കേണ്ട വാക്യത, അന്നേരത്തെ പ്രസംഗിക്കേണ്ട പ്രസംഗം എന്തുവാ, അന്നേരം പാടേണ്ട പാട്ടെന്തുവാ, അങ്ങനെ ഓരോ ശുശ്രൂഷ സഭയിൽ ചെയ്യേണ്ട ശുശ്രൂഷകൾ അതിനെക്കുറിച്ചാണ് അതിലെഴുതിയിരിക്കുന്നത്. ഇത് സ്നാനപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്, തിരുവത്താഴം നടത്തേണ്ടത് എങ്ങനെയാണ്, സുവിശേഷ പ്രസംഗം എങ്ങനെയാണ്, ചർച്ചിലെ പ്രസംഗം എങ്ങനെയാണ്, വിവാഹം നടത്തേണ്ടത് എങ്ങനെയാണ്, ശവസംസ്കാരം നടത്തേണ്ടത് എങ്ങനെയാണ്, ഓർഡിനേഷൻ നടത്തേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ 10-40 ശുശ്രൂഷകൾ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് ബൈബിളിൻ്റെ ബേസ് ചെയ്തുകൊണ്ട്
അന്നേരം വായിക്കേണ്ട പാട്ട്, പ്രസംഗിക്കേണ്ട വിഷയങ്ങൾ, അന്നേരം പറയേണ്ട ശുശ്രൂഷയും പറയേണ്ട വാചകങ്ങൾ, കല്യാണം നടത്തുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണത്. അതും വളരെയധികം പ്രാവശ്യം പ്രിൻ്റ് ചെയ്യേണ്ടി വന്നു. അത് അനേക സഭക്കാർ, ഞങ്ങൾ IPC എന്ന് പറയുന്ന സഭയിലാണ് നിൽക്കുന്നത്. എന്നാൽ പൊതുവെ പെന്തിക്കോസ്തുള്ള അനേക സഭകളുണ്ട്. എല്ലാവരും അതൊരു പാസ്റ്റർമാർ അതൊരു നല്ലൊരു ഗൈഡായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വിദേശത്ത് വരുന്ന മലയാളി സഹോദരന്മാർ, ദൈവദാസന്മാരൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുക, അവർക്ക് ശുശ്രൂഷിക്കുക, അവരൊക്കെ വിളിക്കും, പറയും. ഞങ്ങൾ ബേസ് ചെയ്തിരിക്കുന്നത് പാസ്റ്ററുടെ ശുശ്രൂഷ സഹായിയാണ്. അപ്പോൾ പെന്തിക്കോസ്ത് സഭയിൽ അനേക ശുശ്രൂഷകളുണ്ട്. ശിശു പ്രതിഷ്ഠയുണ്ട്, സ്നാനമുണ്ട്, തിരുത്താഴ്, ഒരുപാട് ശുശ്രൂഷകൾ ഉണ്ട്. ഇതൊക്കെ ചെയ്യാൻ പലർക്കും അറിയത്തില്ല. എങ്ങനെ ചെയ്യണം, എന്ത് പറയണം, എന്ത് വാക്യം വായിക്കണം എന്നാൽ അതിനൊക്കെ നല്ലൊരു ഗൈഡായിട്ട് ആ പുസ്തകം സ്വഭാവവ്യത്യാസവിൻ്റെ വിദേശത്തുമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക്, 10,000-കണക്കിന് ആളുകൾക്ക് ആ പുസ്തകം പ്രയോജനമായി തീർന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെയാണ് മറ്റ് പുസ്തകങ്ങൾ. ഞാൻ പറഞ്ഞ 3-4 പുസ്തകങ്ങൾ ഈ ക്രിസ്ത്യൻ ഫാമിലി കൗൺസിലിംഗ്, കുടുംബം കൗൺസിലിംഗ് ഞാൻ വളരെ പ്രാർത്ഥിച്ച്, കാരണം ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളുടെ തകർച്ച വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് 250 പേജുള്ള ഒരു പുസ്തകമാണ് ഫാമിലി കൗൺസിലിങ്ങിനെ കുറിച്ച്. ഒരു ഫാമിലിയോട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ടച്ച് ചെയ്ത് അതിന് വേണ്ട കൗൺസിലിംഗ് നൽകുന്ന ഒരു നല്ല പുസ്തകമായിട്ട് ആളുകൾ അഭിപ്രായപ്പെടാറുണ്ട്. ഫാമിലി കൗൺസിലിംഗ് പുസ്തകരചനയെക്കുറിച്ച് പറഞ്ഞ 51 പുസ്തകം എഴുതി. ഇനി 9 പുസ്തകം കൂടെ ദൈവം അനുവദിച്ചാൽ എഴുതണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു 120 ട്രാക്റ്റ് എഴുതി പ്രസിദ്ധീകരിപ്പാൻ ദൈവം കൃപ തന്നു. 120 ട്രാക്റ്റുകൾ. ഇനി ഒരു 60 പുസ്തകം എന്നുള്ളതിൻ്റെ ടാർഗറ്റ് ദൈവത്തിൻ്റെ ആത്മാവ് തന്നിരിക്കുന്നു. അത് സാധിപ്പിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ദൈവം അനുവദിച്ചാൽ കർത്താവ് വിളിക്കുന്നവരെ കർത്താവിന് വേല ചെയ്യണം, ആത്മാക്കൾ നേടണം, ദൈവസഭയെ നയിക്കണം, ദൈവജനങ്ങൾക്ക് അനുഗ്രഹമായി തീരണം, അനേകരെ ദൈവസഭയിൽ കൊണ്ടെത്തിക്കാൻ എൻ്റെ ജീവിതം കൊണ്ട് കഴിയണം എന്നുള്ള വലിയ ആഗ്രഹവും താല്പര്യവും സമർപ്പണമാണ് ദൈവകൃപയാൽ ദൈവം തന്നിരിക്കുന്നത്. അത് സഫലമായി തീരുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുക.